സർക്കാർ പുറമ്പോക്ക് ഭൂമി സർക്കാരിനെ ഉപയോഗിച്ച് കൈവശപ്പെടുത്തുകയാണ് ഇടുക്കി ബൈസൺ വാലിയിലെ ചക്രമുടിയിൽ നടന്നിരിക്കുന്നത്. ആദ്യം റവന്യൂ മന്ത്രി കെ രാജന് അപേക്ഷ നൽകുകയാണ് ചെയ്തത്. പട്ടയഭൂമി കണ്ടെത്തി നൽകണമെന്നായിരുന്നു ചെന്നൈ സ്വദേശി മൈജോ ജോസഫിന്റെ നിവേദനത്തിൽ നടപടി സ്വീകരിക്കാൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ LR ഡെപ്യൂട്ടി കളക്ടർ കെ മനോജിന്റെ ഇടപെടലുണ്ടായി. പ്രത്യേക പരിഗണന നൽകി അടിയന്തര പ്രാധാന്യത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഉടുമ്പൻചോല തഹസിൽദാർക്ക് മനോജ് നൽകിയ നിർദ്ദേശം. ഒരു മാസം കൊണ്ട് തന്നെ മൈജോ ജോസഫ് കാണിച്ചു നൽകിയ സ്ഥലം അളന്നു തിരിച്ച് നൽകുകയും ചെയ്തു. മൂന്നാറിലെ കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നിട്ട് കൂടി മൈജോയുടെ അപേക്ഷ കാര്യമായ പരിശോധനയില്ലാതെയാണ് ഉദ്യോഗസ്ഥർ തീർപ്പാക്കിയത്. അനധികൃതവും അശാസ്ത്രീയവുമായി നടന്ന നിർമ്മാണം ഇവിടെ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി വർണ്ണനാതീതമാണെന്നാണ് പ്രത്യേക സംഘത്തിന്റെ തലവൻ ഐജു സേതുരാമൻ നൽകിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വരയാടുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഉള്ള പ്രദേശത്ത് സ്ഫോടനത്തിലൂടെ പാറ പൊട്ടിച്ചു. JCB ഉപയോഗിച്ച് കുന്നുകളിടിച്ച് റോഡുകൾ നിർമ്മിക്കുകയും മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. നീർച്ചാലുകളുടെ ഒഴുക്കും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.